യൂത്ത് കോൺഗ്രസിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടിയുണ്ട്. റോഷി, നമ്മുടെ ഇമ്പാക്ട് വാർത്തയാണ് റോഷിപാൽ കൊണ്ടുവന്ന വാർത്ത. നമ്മൾ ഈ നിൽക്കുന്ന കൊല്ലം നഗരത്തിലടക്കം വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡുകൾ ധാരാളമായി ഉണ്ടാക്കിയ കേസുണ്ട്. റോഷിപാൽ പുറത്തു കൊണ്ടുവന്ന ഇവിടെ നിന്ന് ദിലീപ് ദേവസ്വം കോർഡിനേറ്റ് ചെയ്തൊരു വാർത്തയാണ്. ആ വാർത്തയ്ക്കാണ് ഇപ്പോൾ ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പെടുമോ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം? അരുൺകുമാർ, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കി അത് ഉപയോഗിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഈ വാർത്ത റിപ്പോർട്ടർ TV പുറത്തുവിട്ടതിന് പിന്നാലെ സംസ്ഥാനത്തുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ DGPയോട് റിപ്പോർട്ട് തേടിയിരുന്നു. പോലീസ് മേധാവി നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരാതി പോലീസിന് കൈമാറിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ FIR ഇന്നലെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. വളരെ ഗൗരവത്തോടെയുള്ള പരാതിയാണ്. കാരണം ഏതാണ്ട് 6 മാസക്കാലമായി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടടക്കം ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് വ്യാപകമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി തയ്യാറാക്കിയെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വരെ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയാണ് ഇവരുടെ പ്രതികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ ഇത് അന്വേഷിക്കണം. എവിടെയൊക്കെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കപ്പെട്ടു എന്ന അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരാതി ഗൗരവത്തോടെ കണ്ട പോലീസ് അപ്പോൾ തന്നെ കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സിറ്റി പോലീസ് DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തന്നെയാണ് ഈ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം ഏകോപിപ്പിക്കുക. പിന്നീട് ഒരുപക്ഷെ മറ്റ് ഏജൻസികൾക്ക് ഈ കേസ് കൈമാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതിക്കാരൻ. വളരെ ഗൗരവത്തിലേക്ക് ഈ വിഷയം എത്തിയിരിക്കുന്നു. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൽ ഒരു സ്വമേധയായുള്ള ഒരു കേസ്, അതിനപ്പുറത്തേക്ക് കേസ് മുന്നോട്ട് പോയിരുന്നില്ല. കേസിൽ പത്തനംതിട്ടയിൽ മാത്രം വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ രഞ്ജു അടക്കമുള്ളവർ പ്രതി ചേർത്തുകൊണ്ടാണ് കേസ്. മറ്റൊരു കേസ് ഉണ്ടായത് അത് കാസർഗോഡാണ്. തൃക്കരിപ്പൂരിൽ ജെയ്സൺ മുകളിലിന്റെ നേതൃത്വത്തിൽ ആപ്പ് വഴി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസ്. മറ്റൊന്ന് കോഴിക്കോടാണ്. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ആ തരത്തിൽ ഏതാണ്ട് സംസ്ഥാനത്ത് 4 ഇടങ്ങളിലാണ് പോലീസ് കേസെടുത്തിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണായക ഇടപെടൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച സംഭവവുമായി ഇപ്പോൾ ആ ഒരു ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇനി പോലീസ് ആ തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടി വരും. കാരണം തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ചത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് വ്യക്തമല്ല. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് ഈ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തണം. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയിൽ ആശങ്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണുള്ളത്. ഇത് രാജ്യവ്യാപകമായി ഈ തരത്തിൽ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കാർഡുകൾ ഉണ്ടാക്കിയത് അത് പാർട്ടിക്കുള്ളിലെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് എന്ന രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെ വന്നിരുന്നു. എന്നാൽ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ ഇത് അച്ചടിച്ചവർ, അതിന് നേതൃത്വം നൽകിയവർ, അതിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ അടക്കമെല്ലാം പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. നേതൃതലങ്ങളിലേക്ക് അന്വേഷണം പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുമെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അരുൺകുമാർ, ഈ പറഞ്ഞത് കൃത്യമാണ്. കാരണം നേരത്തെ ഒരു വ്യാജ രേഖ തയ്യാറാക്കി എന്ന നിലയിലാണ് സംസ്ഥാന പോലീസ് കേസെടുത്തതും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോയതും. പക്ഷേ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ചതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയ സാഹചര്യത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് വ്യാജമായി തയ്യാറാക്കിയതിനാണ് കേസ്. അത് അത്ര എളുപ്പത്തിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചവർക്ക് ഊരിപ്പോകാൻ സാധിക്കുന്ന തരത്തിലായിരിക്കില്ല കേസ്. മാത്രവുമല്ല, ഈ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ അതിന് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ആ കേസ് നേരിട്ട് ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിന് ഒരു വഴി തുറന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസും. കാരണം ഇത് രാജ്യവ്യാപകമായി ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഏതാണ്ട് 4 മാസത്തിനപ്പുറത്തേക്ക് രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിന് തൊട്ടു മുമ്പാണ് സംസ്ഥാനത്ത് വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് വ്യാജമായി തയ്യാറാക്കിയത് എന്ന് ഈ പരാതിയിൽ ആശങ്കപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുകൊണ്ടാണ് ഈ കേസിന്റെ ഗൗരവം
ബാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഉള്ള കേസ് ആയിരിക്കില്ല ഇനി, കാരണം നിലവിൽ സംസ്ഥാന പോലീസ് എടുത്ത കേസിൽ പലർക്കും ജാമ്യം ലഭിച്ച ഒരു സാഹചര്യമുണ്ട്. ആ തരത്തിൽ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്ന രീതിയിലായിരിക്കില്ല ഇനി കേസ്. കാരണം പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിരുന്നു. ഇപ്പോൾ BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതിയിന്മേലാണോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസിനോട്? അരുൺകുമാർ, ഈ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ TV വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകി. പിന്നീട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇതിനൊപ്പം തന്നെ DYFI സംസ്ഥാന നേതൃത്വം, ഒപ്പം DYFI അഖിലേന്ത്യാ നേതൃത്വം, A റഹീം അടക്കം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. A റഹീം ആദ്യം നൽകിയ പരാതിയിൽ പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് ഏതാണ്ട് 3 വട്ടം റിമൈൻഡർ നൽകിയിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഒപ്പം സംസ്ഥാന BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് ഗോളിനെ സന്ദർശിക്കുകയും ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ആശങ്കയും അത് തെരഞ്ഞെടുപ്പിനെ ഏതു തരത്തിൽ ബാധിക്കും എന്ന കാര്യം നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ആ തരത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ BJPയും CPIM നേതൃത്വവും ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നു. അതിനപ്പുറം സംസ്ഥാന പോലീസ് മേധാവി ഇലക്ടറൽ ഓഫീസർ ആവശ്യപ്പെട്ടതനുസരിച്ച് നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. കൃത്യമായി ആ കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. DGP നൽകിയ അന്വേഷണ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ടിലൂടെ തന്നെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് സംസ്ഥാന വ്യാപകമായി നിർമ്മിച്ചതായി നമുക്ക് മനസ്സിലാകുന്ന ആ ഒരു വിഷയം, അതിൻ്റെ ഗൗരവം ഈ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തരത്തിലൊരു പരാതി പോലീസിന് നൽകാൻ തയ്യാറായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ CPIM നേതൃത്വത്തിൻ്റെയും DYFI, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടലും നിർണായകമായിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഒപ്പം തന്നെ മാറിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ, DYFI നേതാവും MP യുമായ A റഹീം, ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള MP മാർ, നേതാക്കൾ, ഇവരെല്ലാവരും നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.